നമസ്കാരം. നിങ്ങൾ സൂപ്പറാട്ടോ, നിങ്ങൾ പൊളിയാ എന്നൊക്കെ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയുന്നത് കേൾക്കാനാണ് എപ്പോഴും നമുക്കിഷ്ടം. പക്ഷേ എന്തു ചെയ്യാനാ, മറ്റുള്ളവർക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മളെ കാണുന്നുണ്ടേ ഇല്ലാത്തതിനെക്കുറിച്ച് മാത്രം ചോദിക്കും. ഇവർ പറഞ്ഞ് നടന്ന് മറിഞ്ഞു കഴിയുമ്പോൾ തൊട്ട് ഈ ഇല്ലാത്തതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. ശരിയല്ലേ അവർ പറഞ്ഞത്? എൻ്റെ കൂട്ടത്തിലുള്ളവർക്കെല്ലാം നല്ല ജോലിയായി, എനിക്ക് മാത്രം ഇങ്ങനൊരു വിധിയായല്ലോ. കൂട്ടത്തിലുള്ളവരുടെ എല്ലാം നല്ല ജീവിത കൂട്ടുകാരാണ്, പക്ഷേ എനിക്ക് മാത്രം ജീവിതത്തിൽ കൂട്ടുകിട്ടിയ ആൾ ഒട്ടും ചേരാത്തതാണ്. ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങളിൽ എനിക്ക് മാത്രം ഇല്ലല്ലോ, എനിക്ക് മാത്രം പോരല്ലോ എന്ന് നമ്മളോട് തന്നെ പറയുന്നതിന് പകരം ഞാൻ സൂപ്പറാണ് എന്ന് നമുക്ക് നമ്മളോട് തന്നെ പറയാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും സൂപ്പറായി മാറുന്നത്. കാരണം അവരുടെ ട്രാക്കല്ല നമ്മുടെ ട്രാക്ക്, അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളല്ല നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ വ്യത്യസ്തമായതുകൊണ്ട് അതിനുള്ള പരിഹാരങ്ങളും വ്യത്യസ്തമാണെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കഥയിലേക്ക് പോകാല്ലേ. ഭാനു 1 മണിക്കൂർ കൊണ്ട് 10 കിലോമീറ്റർ ഓടി. ആനന്ദാകട്ടെ 1.5 മണിക്കൂർ കൊണ്ട് 10 കിലോമീറ്റർ ഓടി. ഇവരിൽ ആരാണ് മിടുക്കൻ അല്ലെങ്കിൽ മിടുക്കി എന്ന് ചോദിച്ചാൽ കണ്ണടച്ച് നമ്മൾ പറയും ഭാനു തന്നെ. രണ്ടാമത് വീണ്ടും പറയുകയാണ്, ഭാനു ചെത്തിവെടുപ്പാക്കിയ സ്ട്രെയിറ്റ് ട്രാക്കിൽ കൂടെയാണ് ഓട്ട മത്സരത്തിൽ പങ്കെടുത്തത്. അതേ സ്ഥാനത്ത് ആനന്ദാകട്ടെ കല്ലും മുള്ളും ചെളിയും വെള്ളവും ഒക്കെ നിറഞ്ഞ സാധാരണ റോഡിൽ കൂടെയാണ് ഈ സമയം തികച്ച് ഓടിയത്. ഇപ്പോൾ ആരാണ് കേമൻ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും അങ്ങനെ പറഞ്ഞാൽ ആനന്ദ് തന്നെയാണ് കേമൻ. മൂന്നാമത് വീണ്ടും പറയും, ഈ ഭാനു 65 വയസ്സുള്ള ഒരു അമ്മയാണ്, എന്നാൽ ആനന്ദാകട്ടെ 25 വയസ്സ് മാത്രം പ്രായമുള്ളൊരു യുവാവാണ്. അപ്പോൾ ആരാണ് ഓട്ടത്തിൽ മുൻപിൽ വരേണ്ടത്? അത് കേൾക്കുമ്പോൾ നമ്മൾ വീണ്ടും പറയും, അയ്യോ അങ്ങനെയാണെങ്കിൽ ഭാനു തന്നെയാണ് മിടുക്കി എന്ന് പറയും. വീണ്ടും ചേർത്ത് പറയുന്നു, ഈ ഭാനു ആകട്ടെ 50 കിലോ തൂക്കമുള്ള ഒരാളാണ്. അതേ സ്ഥാനത്ത് ആനന്ദാകട്ടെ 100 കിലോയിൽ കൂടുതൽ ഭാരമുള്ള ആളാണ്. അത് കേൾക്കുമ്പോൾ നമ്മൾ പറയും, ഓ 100 കിലോയിൽ കൂടുതൽ തൂക്കമുള്ള ആളാണോ, ഇത്രയും വേഗത്തിൽ ഓടിയെത്തിയോ, അപ്പോൾ അയാൾ തന്നെയാണ് മിടുകൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും ഇങ്ങനെയാണ്. ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ മാറ്റിക്കൊണ്ടേയിരിക്കും, നമ്മൾ മുൻവിധികൾ മാറ്റിക്കൊണ്ടേയിരിക്കും. നമ്മളെക്കുറിച്ച്, നമ്മളുടെ മക്കളെക്കുറിച്ച് മറ്റുള്ളവരെ പോലെ ആകുന്നില്ലല്ലോ, അടുത്ത കാര്യം കേൾക്കുമ്പോൾ ഇങ്ങനെയാകുന്നില്ലല്ലോ, അങ്ങനെയാകുന്നില്ലല്ലോ എന്നുള്ള അഭിപ്രായങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കും. എന്നാൽ പലപ്പോഴും നമ്മളുടെ ജീവിത ലക്ഷ്യത്തിൽ നിന്ന് മാറി സങ്കടത്തിലേക്ക് നമ്മൾ അറിയാതെ നടന്ന് ഇറങ്ങുക മാത്രമാണ് ചെയ്യുന്നത്. നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാവരുടെയും ജീവിതം വ്യത്യസ്തമാണ്, എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ട്രാക്കുകൾ വ്യത്യസ്തമാണ്, എല്ലാവരുടെയും സാധ്യതകൾ വ്യത്യസ്തമാണ്, എല്ലാവരുടെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ പ്രശ്നത്തിനുള്ള പരിഹാരവും വ്യത്യസ്തമാണ്. മറ്റുള്ളവരെ പോലെ ആകാൻ എനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ അവരുടെ പ്രശ്നങ്ങളല്ല എൻ്റെ പ്രശ്നങ്ങൾ, അവരുടെ മുൻപിലുള്ള സാധ്യതകളല്ല എൻ്റെ മുൻപിലുള്ള സാധ്യതകൾ. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ എല്ലാം പരിഹാരവും വ്യത്യസ്തമാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ആ സംരംഭങ്ങൾ അല്ലെങ്കിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന സാധ്യതകൾ എന്ന് മനസ്സിലാക്കി അതിൻ്റെ പിന്നാലെ ലക്ഷ്യം മറക്കാതെ അല്പമൊന്ന് കാത്തിരുന്നാലും അതിനുവേണ്ടി അധ്വാനിച്ച് ലക്ഷ്യത്തിലെത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതിന് ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ളവരുമായി നമ്മളെ തന്നെ താരതമ്യം ചെയ്യാതിരിക്കുക. 2, ആരും നമ്മളെ ഉയർത്തിക്കാട്ടുവാൻ, ആരും നമ്മളെ പുകഴ്ത്തുവാൻ കാത്തു നിൽക്കാതെ നമ്മളോട് തന്നെ അനുദിനം പറഞ്ഞുകൊണ്ട് ഇരിക്കുക, യു ആർ സൂപ്പർ, യു ആർ ബെസ്റ്റ്. അങ്ങനെ മറ്റുള്ളവരുമായി നമ്മളെ തന്നെ താരതമ്യം ചെയ്യാതെ സ്വയം ശക്തിയെ തിരിച്ചറിയുവാൻ എല്ലാവർക്കും ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി.